ബാംഗ്ലൂർ ഊബർ ഓടിക്കഴിഞ്ഞാൽ ഒരുപാട് ദോഷഫലങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാല് നമുക്ക് ഫസ്റ്റ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഡ്രൈവിംഗിൽ ആദ്യം തുടക്കക്കാർക്കുള്ള ബുദ്ധിമുട്ടാണ് ആദ്യം പറയുന്നത്. ഈ ബ്ലോക്ക്, പിന്നെ നല്ല ഹോണടി ആയിരിക്കും. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഒരിക്കലും ഹോണടിക്കില്ല. ഇവിടെ വന്നു കഴിഞ്ഞാല് വെറുതെ ഹോണടിയായിരിക്കും. അവൻ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല, ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ വേഗം ദേഷ്യം വരും, പിടുത്തം വിട്ട് ദേഷ്യം. കാര്യം വെറുതെ ആവശ്യമില്ലാതെ ഹോൺ അടിച്ചുകൊണ്ട് അടിച്ച് പിടിക്കുക, അടിച്ചടിച്ചടിച്ച് കളിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും. ഓട്ടോറിക്ഷക്കാരൊക്കെ നല്ല ഹോൺ അടിയാണ്, ബൈക്കാർ പിന്നെ പറയാൻ വേണ്ട. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ, പുതിയ ആൾക്കാർക്ക് കേട്ടോ പറഞ്ഞിരുന്നത്, റിവേഴ്സ് എടുക്കുമ്പോൾ ഈ ബൈക്കുകാർക്ക് ഈ റിവേഴ്സ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ 4 വീലർ വണ്ടിയല്ലേ, ഏകദേശം വണ്ടിയൊക്കെ ഓട്ടോറിക്ഷയ്ക്കൊക്കെ അടയ്ക്കാം. റിവേഴ്സ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് കത്തും ബേക്കിലോട്ട് വണ്ടി എടുക്കുമ്പോൾ. ഇത് എന്തിനാണ് ഈ ലൈറ്റ് കത്തുന്നതെന്ന് ഇവിടെയുള്ള ബൈക്കുകാർക്കൊന്നും അറിയില്ല. കാര്യം പുറം നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നമ്മളാ ഈ ഫുഡ് ഡെലിവറിയൊക്കെ നടത്തുന്ന ആൾക്കാരാണ്. കാര്യം ഇവിടുന്ന് വണ്ടി വാടകയ്ക്ക് എടുത്തിട്ട് പിന്നെ ഇവിടെ ഒരുപാട് വണ്ടികൾ കിട്ടും, അതൊക്കെ എടുത്തിട്ടൊക്കെ പിന്നെ ഓടുന്ന ആൾക്കാരാണ്. ഇത് എന്തിനാണ് ഈ ലൈറ്റ് കത്തുന്നത്, വണ്ടി പുറകോട്ട് വരികയാണോ എന്താണെന്ന് ഇവർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. നമ്മൾ വണ്ടി റിവേഴ്സ് എടുക്കണമെങ്കിൽ നമ്മളെ മൂട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട്, വണ്ടിയുടെ സെന്ററിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഹോണടി ആയിരിക്കും. അതൊക്കെ ഭയങ്കര ഇടങ്ങാറുള്ള കാര്യമാണ്. സൈഡിൽ കൂടെയൊക്കെ ചെറിയൊരു പോയിന്റിലായിരിക്കും കട്ട് ചെയ്ത് കയറി പോവാം, അതും ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് രണ്ടും അല്ലാതെ നമുക്ക് എന്താ പറയാ, ഫുഡിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാൻ സാധിക്കില്ല. കറക്റ്റ് ടൈമിൽ കാര്യം രാവിലെ ഫുഡ്, ഉച്ചയ്ക്ക്, വൈകുന്നേരം ചായ, രാത്രിക്ക് ഫുഡ്, ഇതൊന്നും നമുക്ക് നടക്കൂല. അതായത് രാവിലത്തെ ഫുഡ് നമുക്ക് കിട്ടുന്ന സ്ഥലം കാണുന്ന ഏതാണോ അവിടെ കയറുക. ചിലപ്പോൾ ചായയും ബിസ്ക്കറ്റും ചായയും കേക്കും എന്തെങ്കിലും ഉണ്ടാവും, അതേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഏതെങ്കിലും നല്ല മലയാളി ഹോട്ടൽ നോക്കിയിട്ട് കഴിക്കാൻ ശ്രമിക്കുക. അല്ലാതെ വേറെ ഹോട്ടലിൽ ഉണ്ടാവും ഇവിടുത്തെ കണക്ക് ലെമൺ റൈസും പിന്നെ ചോറും സാമ്പാർ പച്ചരി വെച്ചിട്ടുള്ള ചോറൊക്കെയാണ്. അപ്പൊ അതൊക്കെ തന്നെ കിട്ടുള്ളൂ. സാധാ ചോറ് കിട്ടണമെങ്കിൽ മലയാളി ഹോട്ടലിൽ തന്നെ പോകേണ്ടി വരും. പിന്നെ എല്ലാ സ്ഥലത്തും മലയാളി ഹോട്ടൽ ഉണ്ടാവണമെന്നില്ല. പിന്നെ മലയാളി ഹോട്ടൽ ഉണ്ടെങ്കിൽ തന്നെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വലിയ വലിയ ഫ്ലാറ്റിന്റെ മുമ്പിലൊക്കെ കുറച്ച് മലയാളി ഹോട്ടൽ ഉണ്ടാവും. അങ്ങനെ ഉള്ളവരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവര് ഒരു ചോറുണ്ടാവില്ല അവിടെ അധികം. അവിടെ ഹിന്ദിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അവർ വലിയ ഹൈ ക്ലാസ് സെറ്റപ്പ് എന്നുള്ള ചിന്താഗതിയിൽ അവർ നടത്തുന്ന പറഞ്ഞാൽ ഒരു ബിരിയാണി മേടിക്കണമെങ്കിൽ 350 രൂപയാണ്. ഒരു ബിരിയാണിക്ക് 350 രൂപ 300 രൂപയ്ക്കാണ് അവർ മേടിക്കുക. 400 രൂപയൊക്കെ മേടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഹൈ ക്ലാസ് ടീമാണ്, ഹൈ ക്ലാസ് ഫുഡാണെന്ന് പറയും. സാധാ പുറത്ത് ഏതെങ്കിലും ഒരു ചെറിയൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും അവിടെ കിട്ടുന്ന അതേ ചോറ് തന്നെയാണ്, അതേ അരി തന്നെയാണ്, പിന്നെ അവിടെയൊക്കെ വരുന്ന അതേ ചിക്കൻ തന്നെയാണ്. പിന്നെ മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ എല്ലാ കടയിലും കിട്ടുന്ന മസാലപ്പൊടി തന്നെയാണ്. ഇനിയിപ്പം ഗ്യാസിലാണോ വിറകിലാണോ വെക്കുന്നതെന്ന് അറിയില്ല. പൈസ അങ്ങനത്തെ വിലയായിരിക്കും ഇവിടെ ചില കടകളിൽ. അത് ചോദിച്ചിട്ട് കഴിക്കാൻ നിൽക്കുക, അല്ലെങ്കിൽ ഒറ്റ അടിക്ക് 500 രൂപ 400 രൂപ അങ്ങനെ അങ്ങ് പോകും. ഇവിടെ പിന്നെ എന്താ പറയാ, നാടും വിട്ട് അത്രയും ദൂരം വിട്ട് ഇവിടെ വന്ന് ഇവിടെ പണിയെടുക്കുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് ചെലവാക്കുക. നമ്മളെ ഈ കുളിയും കാര്യങ്ങളൊക്കെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം റിസ്ക് അല്ല. ഇവിടെ വരുന്നല്ല ഉപ്പ് രുചിയുള്ള വെള്ളമായിരിക്കും. കാര്യം കടൽ വെള്ളം ക്ലീൻ ചെയ്തും അങ്ങനത്തെ വെള്ളങ്ങളൊക്കെയാണ് ഇവിടെ അധികം വരിക, കായൽ വെള്ളമൊക്കെ വരിക. അപ്പം മുടിയൊക്കെ നല്ലോണം കൊണ്ടു നടക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ മുടി വേഗം നരയ്ക്കും. രണ്ടാമത്തെ കാര്യം മുടി കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ഈ 2 ബുദ്ധിമുട്ടും ഉണ്ടാവും. പിന്നെ ഇത് 3 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മഴ പെയ്താലുള്ള ബുദ്ധിമുട്ടാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 10 കിലോമീറ്റർ പോവാൻ 700 രൂപ വാടക. 10 കിലോമീറ്റർ ആളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ നമ്മളെ മുമ്പ് നാളെ എടുക്കുക, 10 കിലോമീറ്റർ കൊണ്ടുപോയി 700 രൂപ 800 രൂപയൊക്കെ കിട്ടും. പക്ഷെ ഇത് കാണുമ്പോൾ അത് എടുത്ത് ഓടുന്ന ആൾക്കാരുണ്ട്. കാര്യം ആദ്യമായിട്ട് വന്ന ആൾക്കാരും ഒരുപാട് നാളായിട്ട് ഇവിടെ ഉള്ളതാണെങ്കിൽ പോലും ആൾക്കാരെടുത്ത് ഓടും. പക്ഷെ അങ്ങനെ ഒരുപാട് നാളായിട്ട് ഇവിടെ ഉള്ള ആൾക്കാരാണെങ്കിലും അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റൂട്ട് അറിയാം, എവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കും, എന്താണ് അവസ്ഥ എന്നറിയാം. ഈ മഴയത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ പാലത്തിന്റെ അടിയിൽ പിന്നെ നിരപ്പായി കിടന്ന സ്ഥലങ്ങളുണ്ടല്ലോ, നിരപ്പ് കുഴി, പിന്നെ ഈ കറക്റ്റ് പാലം കട്ടിങ്ങിന്റെ അവിടെ നിറച്ച് വെള്ളം ഉണ്ടാവും. പിന്നെ നിരപ്പായ സ്ഥലത്ത് റോഡിൽ വെള്ളം കെട്ടി എങ്ങോട്ടും പോകാനില്ലാതെ റോഡിൽ വെള്ളം കെട്ടി കിടക്കും. അതായത് നമ്മുടെ ടയറിന്റെ വേഗനാർ ടയറിന്റെ ഏകദേശം ഉണ്ടാവും. അപ്പൊ ഇത് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ, ഇത് ആദ്യമായിട്ടാണ് ആര് ട്രിപ്പ് എടുത്ത് പോകുന്നതെങ്കിൽ, ആ മഴയത്ത് പോകുന്നതെങ്കിൽ പറ്റൂലെങ്കിൽ വണ്ടി സൈഡാക്കുക, പോവില്ല എന്ന് പറയാം. വെള്ളം പോയതിനു ശേഷം പൂക്കിടക്കുള്ളൂ. അല്ലെങ്കിൽ വേറെ എങ്കിലും വേഗനാർ പോകുന്നുണ്ടോ, സേഫ് ആണോ, അല്ലെങ്കിൽ വേറെ ഓട്ടോറിക്ഷയൊക്കെ പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കി സേഫ് ആണെങ്കിൽ മാത്രം ഇറക്കുക. അല്ലാതെ നമ്മൾ കൊണ്ടുപോയി ഇറക്കി കുറച്ചങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് വെള്ളം കയറി വണ്ടി ഓഫായി കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിനകത്തേക്ക് വെള്ളം കയറും. വെള്ളം കയറി കഴിഞ്ഞാൽ അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം ഏത് കമ്പനി, ഏത് ഫ്ലീറ്റിൽ നിന്ന് എടുത്താലും പുറത്തു നിന്ന് വണ്ടി എടുത്താലും നമ്മുടെ ഉത്തരവാദിത്തമാണ്. വെള്ളത്തിൽ വാഹനം ഇറക്കി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നന്നാക്കി കൊടുക്കണം. അടുത്തതെന്ന് പറഞ്ഞാൽ ഊബർ ആപ്ലിക്കേഷൻ. അതായത് ബാംഗ്ലൂര് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഊബറാണ്.
ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന പോലെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയാലും നമുക്ക് ട്രിപ്പ് അടിയും. എല്ലാ ആൾക്കാരും അത് ഉപയോഗിക്കാനുള്ള കാരണം ഊബറിന് വാടക കുറവാണ്, ബാക്കിയുള്ള ആപ്ലിക്കേഷനേക്കാളും കുറവാണ് ഊബറിന്. അപ്പോ അതുകൊണ്ട് എല്ലാ വള്ളി കേസുകളും ഈ കച്ചറ ടീമുകളും ഈ പിശുക്കന്മാർ മുഴുവനും ഈ ഊബറിനകത്തായിരിക്കും വന്ന് കയറുക. അല്ല ബാക്കിയുള്ളവർ ഒഴിവാക്കിയതായിരിക്കും. എന്നുവെച്ചാല് റാപ്പിഡോയിൽ നോക്കി ഭയങ്കര പൈസ, പിന്നെ നമ്മയാത്രയിൽ നോക്കി പൈസ കൂടുതൽ 10 കിലോമീറ്റർ പോകാനും, അവസാനം കറങ്ങിത്തിരിഞ്ഞ് ഊബറിൽ വരുമ്പോൾ ബാക്കിയുള്ളവരെക്കാളും 4 ഇരട്ടി കുറവായിരിക്കും ഊബറിൽ ഉണ്ടാവുക. അപ്പൊ ഊബറേ ബുക്ക് ചെയ്യുള്ളൂ. പിന്നെ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഊബർ തന്നെ. അപ്പൊ ഇതേപോലത്തെ വള്ളികൾ വരുമ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്നൊരു ഐഡിയ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ റേറ്റിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. നമ്മുടെ ആപ്ലിക്കേഷനകത്ത് പിന്നെ റിക്വസ്റ്റ് വരും. സ്റ്റാർട്ടിങ് റിക്വസ്റ്റ് വരുന്ന സമയത്ത് തന്നെ മുകളില് അവരെ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടാവും 5, 4.80 വരെ. 80, 75 അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എടുക്കരുത്. കാര്യം വള്ളികളായിരിക്കും. വള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡ്രൈവറിന് അയാൾ എന്തെങ്കിലും ചെയ്യുകയോ പറയുകയോ ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, പൈസ കൊടുക്കാതിരിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ റേറ്റിംഗ് 1 സ്റ്റാർ കൊടുക്കും. നമ്മൾ ട്രിപ്പ് ഓടുമ്പോൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ 5 സ്റ്റാർ കൊടുക്കുന്നത്. ചില ഡ്രൈവർമാരെ കൊണ്ട് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ അവർ 1 സ്റ്റാർ കൊടുക്കും. അങ്ങനെ 10, 20, 50 ഡ്രൈവർമാർ 1 സ്റ്റാർ കൊടുത്താലാണ് അതിനകത്ത് ഒരു 75 വരെയെങ്കിലും എത്തുള്ളൂ. അത്ര 50 ഡ്രൈവർമാർ ഒരു ദിവസം ഒരാൾ 1-2 ട്രിപ്പല്ലേ വിളിക്കുള്ളൂ. അപ്പൊ 50 ദിവസം ഡ്രൈവർമാരെ കഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് എന്തോന്നേ 1 സ്റ്റാർ വെച്ച് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള വള്ളി കേസുകൾ കണ്ടു കഴിഞ്ഞാൽ എടുത്തു പോയാലും ക്യാൻസൽ ആയി കളയുക. ആ ക്യാൻസൽ ആക്കുന്നതിന് പൈസയൊന്നും കൊടുക്കണ്ട, നമ്മൾ ക്യാൻസലേഷൻ റേറ്റ് കുറയും. അടുത്ത 2 ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് കൂടുകയും ചെയ്യും. അപ്പൊ അതേപോലത്തെ വള്ളി കേസുകൾ എടുക്കാതെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ കേട്ടോ, വള്ളി കേസുകൾ മാക്സിമം എടുക്കാതിരിക്കുക. അങ്ങനത്തെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മദ്യപിച്ചിട്ടൊക്കെ ഈ വൈകുന്നേരം, വെള്ളിയാഴ്ച വൈകുന്നേരം മുതലൊക്കെ പബ്ബൊക്കെ ഓപ്പൺ ആയതുകൊണ്ട് മദ്യപിച്ചിട്ടൊക്കെ വരുന്ന ഒരുപാട് ടീമുകളുണ്ട്. അപ്പൊ അതിലേക്ക് റേറ്റിംഗ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കാര്യം വണ്ടിക്കകത്ത് കുമിറ്റ് ചെയ്യും, ഛർദ്ദിക്കും. അങ്ങനെ ഛർദ്ദിക്കുന്ന പ്രശ്നം വരും. പിന്നെ അത് അധികം ലേഡീസ് ആയിരിക്കും. അപ്പൊ വണ്ടിക്കകത്തിരുന്ന് ഇങ്ങനെ ഛർദ്ദിക്കും. അപ്പൊ അതൊക്കെ പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അതായത് അവർ പൈസ തരില്ല, അവരിറങ്ങി ഓടിക്കളയും. ഓൺലൈൻ പേയ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് ബുക്കളയും. പിന്നെ നമ്മൾ പെട്ടു. ഇനി ഇതേ ദിവസങ്ങളിലൊക്കെ 4.80 കഴിഞ്ഞ് അതിന്റെ ഉള്ളിലോട്ടുള്ള ഒരു ട്രിപ്പ് എടുക്കൂല. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ട്രിപ്പ് മാത്രമേ എടുക്കൂ. അവൾ തന്നെ പോകുന്ന സംശയം തോന്നിക്കഴിഞ്ഞാൽ കസ്റ്റമറെ വിളിക്കും, സാർ എവിടെയാണ് വരേണ്ടത്, എങ്ങോട്ടാണ് ചോദിക്കും. സംസാരത്തിൽ റോങ് അടിച്ചോ അപ്പൊ ക്യാൻസലാ. പിന്നെ ഒന്നും നോക്കൂല. വേറെ നമുക്കുള്ള ഓട്ടം നമുക്ക് തന്നെ കിട്ടും. 400 രൂപ കൊടുത്തിട്ടല്ലേ ഇവിടെ ഓടുന്നത്, അതല്ലെങ്കിൽ നമുക്ക് വേറെ കിട്ടും. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ട്. മാസം നാട്ടിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ വണ്ടിക്കകത്ത് തന്നെ കിടക്കുക, റൂം എടുക്കണ്ട എന്നാണ് എന്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം. ഒരു മാസത്തിന്റെ മുകളിലൊക്കെ നിൽക്കുന്നുണ്ട്, 2 മാസം 3 മാസം ഒക്കെ നിന്നിട്ടാണ് നാട്ടിൽ പോകാന്നാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, റൂം എടുക്കുക, ഒരു PG എടുക്കുക. ഒന്നുകിൽ റൂം എടുക്കുക, കൂട്ടുകാരൊപ്പം ചേർന്നിട്ട് PG എടുക്കുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു റൂം എടുക്കുക. അപ്പൊ ഇത് ഏതെങ്കിലും സംവിധാനം ചെയ്യുക. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാര്യം വണ്ടിയിൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ഈ സീറ്റ് ചെരിച്ച് വെച്ചിട്ടാണ് കിടക്കുക. കിടക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, കാല് നിവർത്തി വെക്കാൻ പറ്റില്ല, മുട്ട് നല്ല വേദനയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഷോൾഡർ, പിന്നെ തലണ വെക്കാത്തോണ്ട് ഹെഡ് ഒക്കെ വേദന ഉണ്ടാവും. ഒരു മാസമൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഉന്തി തള്ളിക്കൊണ്ടുപോകാം. അത് കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ തുടക്കക്കാരെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വന്ന് സ്റ്റാർട്ടിങ്ങിൽ ഈ ബ്ലോക്കിലൂടെ വണ്ടി ഓടുമ്പോൾ കാല് രണ്ടും നല്ല വേദന അടിക്കും. കാരണം കൂടെ പൊന്നി ചോർക്കും, ആ രീതിക്ക് വേദന അടിക്കും. കാര്യം ക്ലച്ചും ബ്രേക്കും മാറി ഇങ്ങനെ ആക്സിഡന്റ് ചവിട്ടി നല്ല വേദന അടിക്കും, നല്ല ബ്ലോക്കും ആയിരിക്കും. അപ്പൊ ആദ്യമൊക്കെ നല്ല വേദനയായിരിക്കും. അങ്ങനെ വരുന്നവരൊക്കെ ഒരു മൂവും കൂടെ ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഉപകാരമായിരിക്കും. ഇവിടെ വന്ന് തപ്പിത്തറഞ്ഞ് കടയിലൊക്കെ കയറി കഴിഞ്ഞാൽ മൂവെന്ന് പറഞ്ഞ കമ്പനിയൊന്നും ഇവിടെ കിട്ടില്ല. ഇവിടെ ഏതെങ്കിലും ചാത്ത സാധനങ്ങളൊക്കെ ആയിരിക്കും കിട്ടുക. അല്ല ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്ന ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് എൻ്റെ അറിവിൽ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് നാട്ടിൽ തന്നെ മേടിക്കാൻ നോക്കുക. അത്യാവശ്യം നല്ല മൂവൊക്കെ ഉണ്ടെങ്കിൽ അത് മേടിച്ച് കയ്യിൽ വെക്കുക ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നല്ല ഫുഡ് തന്നെ പോയി കഴിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ലോക്കൽ കടയിൽ നിന്ന് മാക്സിമം കഴിക്കാതിരിക്കുക. അതായത് ലോക്കൽ കടയിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ റൂമില്ലാത്തതുകൊണ്ട് വയറിന് എന്തെങ്കിലും അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ബുദ്ധിമുട്ടേണ്ടി വരും. അത് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഓടിപ്പിടിച്ച് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എയർപോർട്ടിൽ ഡ്രൈവർമാർക്ക് താമസിക്കാനുള്ള പിന്നെ വലിയൊരു ഹാളുണ്ട്, ഫാനും കാര്യങ്ങളെല്ലാം ഉണ്ട്. കൊതുകടിയൊന്നും ഉണ്ടാവില്ല, സുഖമായിട്ട് കിടന്നുറങ്ങാം. വണ്ടി ലോക്കാക്കിയിട്ട് പോയാൽ മതി. അതല്ലെങ്കിൽ വണ്ടിക്കകത്ത് കിടന്നുറങ്ങാം. അവിടെയൊക്കെ ഫുൾ CCTV ക്യാമറയാണ്. ടാക്സി ഡ്രൈവർമാരല്ലാതെ പുറത്തുനിന്ന് ആരും തന്നെ അതിൻ്റെ ഉള്ളിലോട്ട് കയറൂല. പിന്നെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്, അവിടെ ചോറ് ചായ കടികൾ എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ ഇപ്പുറത്ത് ഇന്ദിര ക്യാൻറ്റീൻ ഉണ്ട്. വെറും 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചോറും കറി എല്ലാം കിട്ടും. പച്ചരി ചോറായിരിക്കും, ചോറും കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പൊ കുടിവെള്ളം ഫ്രീ ആണ്, ബാത്റൂമിൽ പോകുന്ന ഫ്രീ ആണ്. പുറത്ത് പബ്ലിക് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ എക്സ്ട്രാ ബാത്റൂമിൽ പോകുന്നുണ്ടെങ്കിൽ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇതാകുമ്പോൾ നമുക്ക് അവർ തന്നെ എയർപോർട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്, ഫ്രീ ആണ്.
നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയി കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഉറങ്ങുകയൊക്കെ ചെയ്യാം. പിന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല കടയിൽ നിന്ന് അത്യാവശ്യം മാക്സിമം ഉള്ള വഴിയോര തട്ടുകടയിൽ നിന്ന് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാര്യം അതൊന്നും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കടകളാണ്. എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമുക്ക് പരാതി കൊടുത്താൽ പോലും അതിന്റെ പുറകെ ഒന്നും അവരാരും ഇവിടുത്തെ ആൾക്കാരൊന്നും പോലും, ഇവിടുത്തെ ആൾക്കാരാണ് നടത്തുന്നത്, ഇവിടുത്തെ ആൾക്കാർക്ക് തന്നെ പരാതി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊന്നും നോക്കൂല. അപ്പൊ നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. പിന്നെ ചില കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് പിന്നെ മലയാളി ഹോട്ടലിലെ കാര്യം പറഞ്ഞു, ചിലതൊക്കെ ഭയങ്കര റിച്ച് ആണ്, ഹൈ ക്ലാസ് ആണ്, ഞങ്ങൾ വലിയ സെറ്റപ്പ് ആണെന്നുള്ള ചിന്താഗതിയാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ തരം താഴ്ത്തി കാണുന്ന കുറച്ച് മലയാളി ഹോട്ടലും ഇവിടെ ഉണ്ട്. ഗ്രേവി ചോദിച്ചാൽ പോലും, അതായത് നമ്മള് പിന്നെ 2 പൊറോട്ട അല്ലെങ്കിൽ 3 പൊറോട്ടയും ഒരു ചായയും മേടിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടിലേക്ക് എൻ്റെ കൂട്ടത്തിൽ ഗ്രേവി കൊടുക്കും. ആ ഗ്രേവിക്ക് വരെ പൈസ മേടിക്കുന്ന നാട് ഇവിടെയാണ്, ഒരു ബാംഗ്ലൂരാണ്. തൊട്ടേരും പിടിച്ചാലും മുഴുവനും പൈസ എങ്ങനെ വന്നാൽ ഇവിടെ ഇവര് പൈസ ഉണ്ടാക്കാൻ വേണ്ടി വന്നാണ്. അത് നമ്മളെന്ത് മേടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പൈസ കൊടുക്കണം. അപ്പൊ അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ അടുത്തതെന്ന് പറഞ്ഞാല് നമ്മൾ ട്രിപ്പ് എടുക്കുന്നതിനെ കുറിച്ചാണ്. ട്രിപ്പ് എടുക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില ട്രിപ്പുകൾ നോൺ AC ട്രിപ്പുകളായിരിക്കും, ചിലത് AC ട്രിപ്പായിരിക്കും. അപ്പൊ നോൺ AC ട്രിപ്പ് എടുത്തു കഴിഞ്ഞാല് അത് AC ഇടാൻ വേണ്ടി പറയും. അപ്പോൾ AC ഇടാൻ വേണ്ടി പറയണമെങ്കിൽ നോൺ AC ആണ്, AC വർക്കാവില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാം. AC ഇല്ല, AC പിന്നെ ഇടാൻ പറ്റില്ല. ഇടുകയാണെങ്കിൽ 200 രൂപ എക്സ്ട്രാ തരണം എന്ന് പറയാം. അല്ലാണ്ട് പിന്നെ ഈ നോൺ AC ട്രിപ്പ് വിളിച്ച് പോയി AC ഇട്ട് അവിടെ ചെന്ന് ചിലപ്പോൾ അവർ പൈസ തരണമെന്നില്ല. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരും ചില സമയത്തൊക്കെ. പിന്നെ അതുപോലെ തന്നെ കച്ചറ ടീമുകൾ ചില രാത്രി സമയങ്ങളിലൊക്കെ നമുക്ക് ഓട്ടം വന്നു നമ്മളെ ഇങ്ങോട്ടേക്ക് വിളിക്കും. ചിലപ്പോൾ ലേറ്റാവോ, എന്താണ് താമസിക്കും, പെട്ടെന്ന് എത്തുമോ എന്നറിയാൻ വേണ്ടി വിളിക്കും. അങ്ങനെ വിളിക്കുന്ന സമയത്തൊക്കെ അവരുടെ സംസാരത്തിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് തോന്നിയാൽ നമുക്ക് ഈ ഒരു പൈസ കൂടെ കിട്ടിയ 5000 രൂപ ആവുമായിരിക്കും, അല്ലെങ്കിൽ 4000 രൂപ ആവുമായിരിക്കും, അല്ലെങ്കിൽ 3000 രൂപ ആവുള്ളായിരിക്കും. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് തോന്നി, ചിലപ്പോൾ 800-ന്റെയോ 1000, 1500-ന്റെയോ ഒക്കെ ട്രിപ്പ് ആയിക്കോട്ടെ, മിസ്റ്റേക്ക് തോന്നുന്നു. അങ്ങനെ മിസ്റ്റേക്ക് തോന്നി കഴിഞ്ഞാൽ അപ്പൊ ക്യാൻസൽ ചെയ്ത് കളയാം. കാര്യം വേഗനാറാണ് ഇവർക്ക് ആവശ്യം. കാര്യം വേഗനാറിൽ ഏറ്റവും കൂടുതലുള്ളത് മലയാളീസാണ്. മലയാളീസിനോട് കർണാടകക്കാർക്ക് പൊതുവെ ഒരു ദേഷ്യവും ശത്രുതയും പകയും ഒക്കെ ഉണ്ട്. കാരണം ചിലവിടെ കയറുന്ന ആൾക്കാരെന്നെ ചോദിക്കും, നിങ്ങളുടെ നാട്ടിൽ എന്തുകൊണ്ട് മറ്റേ പാർട്ടി വന്നില്ല, മറ്റേത് വന്നില്ല, അങ്ങനത്തെ ഒരു ഇത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഉണ്ട്. കാര്യം പിന്നെ കർണാടക ബോർഡറിൽ താമസിക്കുന്ന മലയാളിയൊക്കെ ഏകദേശം അറിയാം. അവന്മാർക്ക് നമ്മളെ കണ്ടുകൂടാ. അതുപോലെ തന്നെ യവന്മാരെ ഈ മാട്ട സ്വഭാവം നമുക്ക് ഇഷ്ടപ്പെടൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നല്ല നല്ല ആൾക്കാരുണ്ട് കേട്ടോ, എല്ലാവരെയും കുറ്റം പറയുന്നില്ല, നല്ല നല്ല ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടെ ഉള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ട് പിന്നെ ഇന്റർസിറ്റി ട്രിപ്പുകളും കിട്ടും. 4000, 5000 എന്ന് പറഞ്ഞിട്ടൊക്കെ നല്ല ട്രിപ്പുകൾ കിട്ടും ഇവിടെ കർണാടകയിൽ തന്നെയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് അത് കിട്ടുന്നത് റേറ്റിംഗ് ചെക്ക് ചെയ്യുക. റേറ്റിംഗ് ചെക്ക് ചെയ്തിട്ട് പോകാൻ പോകുള്ളൂ. കാര്യം ഇന്റർസിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും ഡ്രൈവർമാർ പോയി വന്നിട്ട് അവർക്കൊക്കെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവർ റേറ്റിംഗ് കുറച്ച് കൊടുക്കുക. അപ്പം പിന്നെ ടോളിന്റെ പൈസ, നമ്മൾ ഇന്റർസിറ്റി ഒക്കെ പോകുമ്പോൾ ടോളൊക്കെ പാസ് ചെയ്തിട്ട് വേണം പോകാൻ. അങ്ങനെ ടോളൊക്കെ പാസ് ചെയ്ത് പോകുന്നതിന് ടോളിന്റെ പൈസയൊന്നും നമ്മുടെ ഫെയറിനകത്ത് വരില്ല. നമ്മളെ എത്ര രൂപയെന്ന് കാണിക്കുന്നതിൽ വരില്ല. അത് നമ്മൾ എക്സ്ട്രാ വേറെ മേടിക്കണം. ടോളിന് എത്ര രൂപ നമ്മളെ കയ്യിൽ നിന്ന് ചിലവാക്കിയെന്ന് നോക്കിയിട്ട് ആ പൈസ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ വാങ്ങണം. അങ്ങനെയൊക്കെ വാങ്ങാത്ത കസ്റ്റമറെയാണ് ഡ്രൈവർമാർ 1 സ്റ്റാർ കൊടുത്ത് എല്ലാവരും ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കിയിട്ട. അപ്പൊ അങ്ങനത്തെ ഓട്ടങ്ങളായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇത്രയും പറഞ്ഞതിൽ വെച്ച് നമ്മളെ മൊത്തമായി ബാധിക്കുന്ന അല്ലെങ്കിൽ ഒരു പണിക്കൊരു ഇഷ്യൂ ഉള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ചെറിയ ചെറിയ മൈനറായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് ഇപ്പൊ പറഞ്ഞത്. നമ്മളെ ബാധിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമല്ല. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വഴിമാറി പോവാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ ഫുഡിന്റെ കാര്യം, വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ച്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ഭക്ഷണത്തിന്റെ കാര്യങ്ങളെ കുറിച്ച്, പിന്നെ കസ്റ്റമർ വണ്ടിയിൽ ഒന്ന് ട്രിപ്പ് എടുക്കുന്ന കസ്റ്റമറുകളെ കുറിച്ച്, പിന്നെ വാഹനത്തിൽ റോഡിലൂടെ ഓടുമ്പോൾ വെള്ളത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച്, പിന്നെ ഹോട്ടലുകളെ കുറിച്ച്, പിന്നെ നമ്മൾ ഉറങ്ങുന്നതിനെ കുറിച്ചും കുടിക്കുന്നതിനെ കുറിച്ചുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച്, മുടി കൊഴിച്ചില്, പിന്നെ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ.